എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ സ്മൂളിനെ കുറിച്ചാണ്. നമുക്കറിയാം സ്മൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഓഡിയോ എഫക്റ്റ് സെറ്റിംഗ്സ്. ഇത് നമ്മൾ കൃത്യമായി ചെയ്യാതെ നമ്മുടെ പ്രൊഫൈലിലേക്ക് പാട്ടുപാടി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ ക്വാളിറ്റി ലഭിക്കില്ല. പലർക്കും ഇത് അനുഭവമുണ്ട്, പലർക്കും കൺഫ്യൂഷൻ ഉണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. എല്ലാ കൺഫ്യൂഷൻസിനും പരിഹാരമാണ് ഇന്നത്തെ വീഡിയോ. കൃത്യമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ ഒരു പ്രൊഫഷണൽ സ്റ്റുഡിയോയിൽ നമുക്ക് എങ്ങനെയാണോ ഔട്ട്പുട്ട് കിട്ടുന്നത് അതേ ഔട്ട്പുട്ടിൽ നമ്മുടെ സാധാ ഒരു സ്മാർട്ട് മൊബൈലും ഒരു ഇയർഫോൺ ഉപയോഗിച്ച് നമുക്ക് പാടി അപ്ലോഡ് ചെയ്ത് സെറ്റിംഗ്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് എങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് സന്തോഷ വാർത്തയാണ്. സ്മൂൾ ഒരു പുതിയ ഫീച്ചർ അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പിച്ചിൽ, അത് ഏത് ട്രാക്കും, അത് ഏത് കരോക്കെ ട്രാക്കും, സ്മൂളിലെ ഏത് കരോക്കെ ട്രാക്കും നമ്മുടെ പിച്ചിൽ, നമുക്ക് ആവശ്യമായ പിച്ചിൽ, ഹൈ പിച്ച് വേണമെങ്കിൽ ഹൈ പിച്ച്, ലോ പിച്ച് വേണമെങ്കിൽ ലോ പിച്ച്, അങ്ങനെ നമുക്ക് പാടി അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും നാളും അത് സ്റ്റാർ മേക്കറിലായിരുന്നു. സ്മൂളിൽ 2025 ജൂലൈ 29 ഔദ്യോഗികമായി ഇത് റിലീസ് ചെയ്തു. ഇത് VIP ഉള്ളവർക്ക് ഇൻവൈറ്റ് ചെയ്ത് പാടാനുള്ള ഓപ്ഷനിലും അതുപോലെ തന്നെ സോളോ പാടുന്ന ഓപ്ഷനിലും ഈ ഒരു ഫീച്ചർ ഉണ്ട്. ഇനി VIP അല്ലാത്തവർ ലോഗിൻ ചെയ്ത് പാടുന്നവർക്ക് ഈ ഓപ്ഷൻ ഇപ്പോൾ നിലവിലില്ല. എന്നാൽ താമസിയാതെ തന്നെ സ്മൂൾ ഇത് നിലവിൽ കൊണ്ടുവരും. നിങ്ങൾ വെറീഡ് ആവേണ്ട. നിങ്ങൾ ഇപ്പോൾ നിലവിൽ അതേ കണ്ടീഷനിൽ തുടരുക. നിങ്ങൾക്ക് ഈ ഭാവിയിൽ എന്തായാലും അധികം കാത്തിരിക്കേണ്ടി വരില്ല. പെട്ടെന്ന് തന്നെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്കും ഈ ഒരു അപ്ഡേഷൻ ഉടനെ തന്നെ സ്മൂൾ അവതരിപ്പിച്ച് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് എങ്ങനെയാണ് സ്മൂളിൽ ഒരു പ്രൊഫഷണൽ സ്റ്റുഡിയോ രീതിയിൽ നമ്മുടെ ഓഡിയോ ക്വാളിറ്റി നമ്മൾ സെറ്റിംഗ്സ് ചെയ്ത് നമ്മുടെ പ്രൊഫൈലിലേക്ക് പാട്ടുകൾ അപ്ലോഡ് ചെയ്യുക എന്നതാണ്. മൈ നെയിം ഈസ് ക്രിസ് ജോൺ ഫ്രം ആർട്ട് ഓഫ് എവൻ മീഡിയ. നമ്മൾ ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണം. പ്രധാനപ്പെട്ട കാര്യം അത് നമുക്ക് ഈ ഹെഡ്ഫോണിൻ്റെ ആണ്. നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള ഹെഡ്ഫോണിൽ മൈക്ക് ഇല്ലാതെ വയേർഡ് ആയിട്ടുള്ള ഹെഡ്ഫോൺ ഉണ്ടാവും. ഇത് നമ്മൾ ഡയറക്റ്റ് മൊബൈലിലേക്ക് പ്ലഗ് ഇൻ ചെയ്യുന്നു, പാടുന്നു. അത് സ്മൂൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൈക്കില്ലാത്ത ഇയർഫോൺ വെച്ച് പാടിയാലും ഇപ്പോൾ ഇറങ്ങുന്ന സ്മാർട്ട് മൊബൈലിൻ്റെ മൈക്കുകളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് 100% ക്വാളിറ്റിയിൽ നമുക്ക് പാടാനായിട്ട് സാധിക്കും. ഇനി ചിലരുടെ സംശയമാണ്, ഇതിൽ നമുക്ക് മൈക്കുണ്ട്, അതുപോലെ വയേർഡ് വിത്ത് മൈക്ക്, അതായത് വയറിലല്ല മൈക്ക്, ഈ സൈഡിലാണ് മൈക്ക്. ഏതെങ്കിലും ഒരു സൈഡ്, ലെഫ്റ്റിലോ റൈറ്റിലോ ആയിരിക്കും മൈക്കുള്ളത്. അപ്പോൾ നമ്മൾ അത് പാടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ഹെഡിൽ വെക്കും, പക്ഷേ നമ്മൾ മുമ്പിലാണ് പ്രധാനപ്പെട്ട നമ്മൾ പാടുന്ന ആ ഒരു ഭാഗം ക്യാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ സൈഡിലേക്ക് സൗണ്ട് വൈഡായിട്ട് വരണം. അത് പ്രശ്നമാണ്. അത് അങ്ങനെ ഉപയോഗിച്ച് പാടരുത്. കാരണം നമ്മുടെ സൗണ്ട് കുറയും. മനസ്സിലായില്ല? മ്യൂസിക് സൗണ്ട് കൂടും, നമ്മുടെ സൗണ്ട് കുറയും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഹെഡ്ഫോണിൽ സൈഡിൽ ഇൻക്ലൂഡഡ് ആയിട്ട് സൈഡിൽ മൈക്ക് വരുന്ന ഹെഡ്ഫോൺ വെച്ച് പാടരുത്. ഇനി ചിലരുടെ ഡൗട്ട് ഉണ്ടാവും, ഇങ്ങനെ ഒരു ഹെഡ്ഫോൺ നമ്മുടെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിൽ ആ ഹെഡ്ഫോൺ ഇല്ല, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. മൈക്ക് ഫ്രണ്ട് സൈഡിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പുള്ള മൈക്കുള്ള അങ്ങനെ ഒരു ഹെഡ്ഫോൺ ഉള്ളവരുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അത് നേരെ മുമ്പിൽ കൊണ്ടുവരരുത്. നേരെ മുമ്പിൽ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിൽ കൂടെയും വായിൽ കൂടെയും എയർ പോകും നമ്മൾ പാടുന്നതനുസരിച്ച്. അല്ലെങ്കിൽ നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യുകയാണെങ്കിലും എയർ പോകും. അപ്പം അത് വേഗം ക്യാച്ച് ചെയ്യും മൈക്ക്. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്റ്റർബ് സൗണ്ട് വരും. അതുകൊണ്ട് എപ്പോഴും സൈഡിലേക്ക് മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നേരെ വെക്കാതെ കുറച്ച് സൈഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് മാത്രം പാടുക. ഇനി സാധാരണ വയേർഡ് ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നവർ വിത്ത് മൈക്ക്, ആ വയറിൽ തന്നെ മൈക്ക്, നമ്മൾ സാധാരണ ഇയർഫോണ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, എൻ്റെ കയ്യിലില്ല. അത് നമ്മളെപ്പോഴും ഈ സൈഡിൽ പിടിച്ചാണ് പാടേണ്ടത്. സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു 10 സെൻറ്റിമീറ്റർ, നമ്മുടെ ചുണ്ടിൽ നിന്നും 10 സെൻറ്റിമീറ്റർ മാറ്റി പിടിച്ചിട്ട് മൈക്കിൻ്റെ ഭാഗം ഇവിടെ വരണേ, അത് ഓപ്പോസിറ്റ് ആകരുത്, ശ്രദ്ധിക്കണം. അങ്ങനെ വെച്ചിട്ട് വേണം പാടാൻ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ പാടാനായിട്ട് സാധിക്കും. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫ്രീ VIP ഉപയോഗിക്കുന്നവർ ദയവ് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കരുത്. നിങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നം ഒരു സുപ്രഭാതത്തിൽ ബാൻ ചെയ്യപ്പെടും. പലരുടെയും ബാനായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവരൊക്കെ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ ബാനായി പോയി, അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് കിട്ടുന്നില്ല. ഇതൊരു പ്രശ്നമാണ്. കാരണം ഒബ്സർവിംഗ് ടീം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ബീറ്റ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടുപിടിക്കുന്ന അന്നേരം അവർ ബാൻ ചെയ്ത് വിടുകയാണ്. അപ്പം നമുക്ക് പിന്നെ അത് യൂസ് ചെയ്യാനേ പറ്റില്ല. ആ Gmail ID നമ്മുടെ പ്രധാനപ്പെട്ട Gmail ID ആയിരിക്കും. അത് സ്മൂൾ ഒരിക്കലും പിന്നീട് ആക്സെപ്റ്റ് ചെയ്യില്ല. നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കാൻ പോലുള്ള ആക്സസ് നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഫ്രീ VIP ഉപയോഗിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ ഉപയോഗിക്കുക, അത് നിങ്ങളുടെ വ്യക്തി താല്പര്യം. പക്ഷേ എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല. വളരെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ. സബ്സ്ക്രിപ്ഷൻ പാക്കേജ് നമുക്ക് ആക്റ്റീവ് ചെയ്യാൻ നിങ്ങൾ പരമാവധി അത് ഉപയോഗിക്കുക. എത്രയോ പൈസ നമ്മൾ വെറുതെ കളയുന്നല്ലേ. ഓക്കെ, ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇനി നമുക്ക് നേരെ സ്ക്രീൻഷോട്ട് വീഡിയോ കണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. നമ്മൾ സ്മൂൾ ആപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് മുൻപായി ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മേലെ കാണുന്ന സെർച്ച് ബാറിൽ സ്മൂൾ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാണാം. ആ സ്മൂളിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ ഇങ്ങനെ മെയിൻ പേജ് വരും. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായും അപ്ഡേറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ സ്മൂത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി ഫ്രീ VIP ഉപയോഗിക്കുന്നവർക്ക് ഒരു സംശയം ഉണ്ടാവും, നമുക്കിത് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ഒരിക്കലും ആക്സസ് ലഭിക്കില്ല. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ വന്ന് നിങ്ങൾ എന്നാ പരിപാടി കാണിച്ചാലും നിങ്ങൾക്ക് ഇത് അപ്ഡേറ്റ് ചെയ്ത് അവർ തരില്ല. കാരണം ആ ഒരു ആക്സസ് തരില്ല. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് തേർഡ് പാർട്ടി വെബ്സൈറ്റുകളാണ്. വിശ്വസിക്കാൻ കൊള്ളുമോ ഇല്ലയോ എന്നും എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ മാക്സിമം അത് ഉപയോഗിക്കാതെ ഇന്ന് തന്നെ അത് ക്യാൻസൽ ചെയ്ത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് റിയൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക എന്നേ എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം അതാണ് ഏറ്റവും കൂടുതൽ സേഫ്. അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് എപ്പോൾ വേണമെങ്കിലും ബാൻ ചെയ്തേക്കാം അവർ. ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് എങ്ങനെയാണ് സെറ്റിങ്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ മെയിൻ പേജ് വന്നു, പാട്ടിൻ്റെ മെയിൻ പേജ് വന്നു. ഇതിൽ ഞാൻ ഇഷ്ടമുള്ളൊരു പാട്ട് സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് മേലെ സെർച്ച് ഓപ്ഷൻ ഉണ്ട് കേട്ടോ, അതിൽ നമുക്ക് സെർച്ച് ചെയ്യാം. ഞാനിതിൽ കിലുകിൽ പമ്പരം സെലക്ട് ചെയ്യുകയാണ്. കിലുകിൽ പമ്പരം സെലക്ട് ചെയ്യുന്നു. അതിൽ സോളോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ മെയിൻ പാട്ടിൻ്റെ പേജ് ലോഡായി കഴിഞ്ഞു. പാടാൻ തുടങ്ങിയിട്ടില്ല, ലോഡായി കഴിഞ്ഞു. ഇനി നമ്മൾ ചില സെറ്റിങ്സ് ചെയ്യേണ്ടതുണ്ട് ആദ്യം പാടുന്നതിന് മുമ്പ്. അതാണ് ഞാൻ പറയുന്നത്. ഈ മേലത്തെ ഈ 3 ഓപ്ഷൻ നിങ്ങൾക്കറിയാം. ഒന്ന് നമുക്ക് ഓഡിയോ ആയിട്ട് പാടാം, 2 ആനിമേഷനായിട്ട് പാടാം, 3ാമത് വീഡിയോ നമ്മളെ കണ്ടുകൊണ്ട് പാടി നമ്മുടെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇനി 2ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, സ്പീക്കറിൻ്റെ ആ സിമ്പിൾ കാണുന്നത്. ഇത് വളരെയധികം ശ്രദ്ധിക്കണം. ഇതിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ ഓണും ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ ഓഫും, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്യാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ പാടുന്നത് നമ്മൾ കേട്ടുകൊണ്ട് പാടാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ പാടുന്നത് നമ്മൾക്ക് തിരിച്ച് ഇയർഫോണിൽ കേട്ടുകൊണ്ട് തന്നെ പാടാം. വളരെ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ചില ഫോണുകളിൽ ടൈമിംഗ് വ്യത്യാസം വരും. നമ്മൾ പാടിക്കഴിഞ്ഞ് 1 സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പാടിയത് കേൾക്കുക. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ നേരെ ഇത് ഓഫ് ചെയ്തേ പാടാവും. കാരണം നമുക്ക് പിന്നെ പാടുമ്പോൾ അത് കൺട്രോൾ നഷ്ടപ്പെടും. മനസ്സിലായില്ലേ? അത് ഒഴിവാക്കാനായിട്ടാണ്. ഇനി ഇതിൻ്റെ റേഞ്ച് സെറ്റിംഗ് എത്ര വരെയാണ് ഇത് സെറ്റിങ്സ് ചെയ്യേണ്ടത്? ഇത് 33 മാക്സിമം. ഞാൻ ഇതിനകത്ത് കൂട്ടുന്നില്ല. കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിത് സ്ക്രീൻഷോട്ട് വീഡിയോ ആണ്, ഇയർഫോൺ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എക്കോ സൗണ്ടും എല്ലാം കൂടെ വന്നിട്ട് ആകെ കൺഫ്യൂഷൻ ആവും. നിങ്ങൾക്കും അത് ഡിസ്റ്റർബ് ആവും, എനിക്കും ഡിസ്റ്റർബ് ആവും. അത് ഒഴിവാക്കാനായിട്ട് ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ സബ് വീഡിയോ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്, അതിൽ കണ്ട് മനസ്സിലാക്കുക. ഇതിൽ കാണിക്കുന്നത് പോലെ 33 മാക്സിമം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഏറ്റവും കുറവ് 13 ഏറ്റവും കുറവ്, 33 ഏറ്റവും മാക്സിമം. ഇതിനിടയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കംഫർട്ടായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. 33 മേലോട്ട് സെറ്റ് ചെയ്തത് കാരണം നമ്മുടെ വോയിസ് ബാലൻസിങ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ലത് 33 തന്നെയാണ്. ആ 33 വെച്ച് തന്നെ പാടാം. അതിന് മേലോട്ട് ചിലപ്പം ആംപ്ലിഫയർ മൂളുന്ന പോലെ മൂളും, മനസ്സിലായില്ലേ? പിന്നെ നമുക്ക് ആദ്യം മുതലേ പാടേണ്ടിയൊക്കെ വരും. പിന്നെ 33നും 25നും ഇടയ്ക്കൊക്കെ ചില ആൻസെറ്റുകളിൽ മൂളാറുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ 25ൽ കുറയ്ക്കുക, മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുക. ഇപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഇതൊക്കെ വീഡിയോയുടെ എഫക്റ്റുകളാണ്, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. വീഡിയോ ഉപയോഗിച്ച് പാടുന്നവർ അതിൽ കൃത്യമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇതിൽ ഞാൻ നോ സ്റ്റൈലിലും ഒക്കെയാണ്. ഇനി ഓഡിയോ എഫക്ട്സ് ആണ് നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ് ഇന്നത്തെ. ഓക്കെ, ഓഡിയോ എഫക്ട്സ് ആണ് നമ്മൾ സ്റ്റുഡിയോ എഫക്റ്റ്, വോയിസ് എഫക്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം 3 ഓപ്ഷൻസ്, 3 എഫക്റ്റ് ഓപ്ഷൻസ് ആണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ 3ഉം കിടിലനാണ്. ഈ ഒരു സെറ്റിങ്സ് കിടിലൻ സെറ്റിങ്സ് ആണ്. കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പക്ക നിങ്ങൾക്ക് പ്രൊഫഷണൽ സ്റ്റുഡിയോയിൽ നിങ്ങൾ എങ്ങനെയാണ് ഔട്ട്പുട്ട് കിട്ടുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ആദ്യത്തേതാണ് പ്രോ സ്റ്റുഡിയോ. നിങ്ങൾക്ക് ആദ്യം കണ്ടില്ല എങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കിടപ്പുണ്ടാവും, നിങ്ങളത് ചെക്ക് ചെയ്യുക. പ്രോ സ്റ്റുഡിയോ എടുത്തിട്ട് അതിൽ പെൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം റിവർബ് ക്യാരക്ടർ 85ഉം റിവർബ് എമൗണ്ട് 85ഉം വെക്കുക. 2 85 കേട്ടോ. റിവർബ് ക്യാരക്ടർ 85, റിവർബ് എമൗണ്ട് 85. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സ്പോട്ട് ലൈറ്റ് ആണ്. സ്പോട്ട് ലൈറ്റ് ഇവിടെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും നോക്കുക, എവിടെയെങ്കിലും ഉണ്ടാകും. ഓക്കെ, ഞാനിത് ഓൾറെഡി ഡിഫാൾട്ട് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് അങ്ങനെ 1 by 1 ആയിട്ട് കാണുന്നത്. സ്പോട്ട് ലൈറ്റ് ഓപ്പൺ ചെയ്യുന്നു, പെൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണും. 33 ഇതിനകത്ത് ഡിഫാൾട്ട് എടുക്കുന്നു. ഞാനത് 50 ആക്കുന്നു. നിങ്ങളും അത് 50 ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷൻ റിവർബ് എമൗണ്ടും 50 ചെയ്യുക. ഓക്കെ, ഈക്വൽ 50 അപ്പം ഇത് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം ഞാനിത് രണ്ടും 50 സെറ്റ് ചെയ്തിട്ട് ബാക്ക് പോവുകയാണ്. ഇനി മൂന്നാമത്തതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സൂപ്പർ സ്റ്റുഡിയോ. നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അത്. എനിക്കിത് സെൻറ്ററിൽ കിടപ്പുണ്ട്. ഞാൻ സൂപ്പർ സ്റ്റുഡിയോ ഈ പെൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. ആദ്യത്തേത് 60ഉം, ആദ്യത്തെ സെറ്റിങ്സ് 60ഉം, റിവർബ് ക്യാരക്ടർ 60ഉം, രണ്ടാമത്തത് 75ഉം വെക്കുക കേട്ടോ. ഓക്കെ, ആദ്യത്തെ 60ഉം രണ്ടാമത്തത് 75ഉം. ഈസിയാണ്. അത് ബാക്ക് പോവുക. ഇനി നമുക്ക് പാടി തുടങ്ങാം. പാടാനായിട്ട് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. പാടാൻ തുടങ്ങുന്നു. ഓക്കെ, വോളിയം ഞാൻ
കുറയ്ക്കുകയാണ്. വോളിയം കുറച്ചില്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, പാട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഞാനിത് പോസ് ചെയ്യാണ്, സെൻട്രൽ പോസ് ചെയ്ത് നിർത്തുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൂൾ പുതിയൊരു ഫീച്ചർ നമുക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ താഴെ കാണുന്ന സ്പീക്കറിൻ്റെ ഈ ഏറ്റവും താഴെ കാണാം. സ്പീക്കറിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു മ്യൂസിക്കിൻ്റെ സിമ്പിളിന് മേലോട്ടും താഴോട്ടും ഇടത്തും വലത്തുമായിട്ട് ആരോ മാർക്കും. ഇതാണ് നമ്മുടെ പിച്ച് ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻ. ഓക്കെ, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പ്ലാറ്റ്ഫോമാണ് വരിക. ഇതിൽ മൈനസ്, അതായത് നമുക്ക് ശ്രുതി താഴ്ത്തി പാടണമെങ്കിൽ 6 വരെ ബാൻഡ് ഉണ്ട് കേട്ടോ. 6 വരെ നിങ്ങൾക്ക് ശ്രുതി മാറ്റി പാടാനായിട്ട് സാധിക്കും, ചേഞ്ച് ചെയ്ത് പാടാനായിട്ട് സാധിക്കും. ഇനി പ്ലസ്, നമുക്ക് ഹൈ പിച്ച് പാടണമെങ്കിൽ ഹൈ പിച്ച് നമുക്ക് 6 വരെ റേഞ്ച് ഉണ്ട്. അത് 6 അധികമാണ് കേട്ടോ. അതുപോലെ തന്നെ മൈനസും 6 അധികമാണ്. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അതെനിക്ക് ഞാൻ -1 വെക്കുന്നു. എന്നിട്ട് ചേഞ്ച് സോങ് പിച്ച് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം. ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. റീസ്റ്റാർട്ട് റെക്കോർഡിങ്. നമ്മുടെ പാട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇനി ഞാൻ സ്ക്രോൾ ചെയ്ത് വിടുവാണ്, സമയം കളയുന്നില്ല. സ്ക്രോൾ ചെയ്യുന്നു. ഇപ്പം നമ്മുടെ പാട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ സെറ്റിംഗ് കേട്ടോ. ഇനി നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിട്ട് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതിന് മുൻപായിട്ട് മേലെ കാണാം ഒരു 3 ഓപ്ഷനുണ്ട്. അതിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് ലിറ്റൻസി അഡ്ജസ്റ്റ്, അതായത് വോക്കൽ മാച്ച് എന്ന് പറയും. അതായത് നമ്മൾ പാടിയതും മ്യൂസിക്കും തമ്മിൽ വ്യത്യാസമുണ്ടോ, ടൈമിംഗ് വ്യത്യാസമുണ്ടോ. ചിലപ്പോൾ മ്യൂസിക് മുന്നിൽ നിൽക്കും, പാട്ട് താഴെ നിൽക്കും, അല്ലെങ്കിൽ പാട്ട് മുന്നിൽ നിൽക്കും, മ്യൂസിക് താഴെ നിൽക്കും. അങ്ങനെ ഒരു പ്രത്യേകത വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും അത് നമ്മൾ റീസെറ്റ് ചെയ്യാം. അതിലിവിടെ റീസെറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓൺലൈനിൽ തന്നെ അവർ റീസെറ്റ് ചെയ്ത് തരും. ഓക്കെ, ഇനി എന്നിട്ടും ബാലൻസ് ആയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മുന്നോട്ടോ പിന്നോട്ടോ ആക്കിയിട്ട് ഇവിടെ നമുക്ക് അതിനനുസരിച്ച് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ നല്ലൊരു ഓപ്ഷൻ. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, അതിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴേ ഓഫ് ആവുള്ളൂ. അല്ലാതെ ബാക്ക് മെനു ഉടനെ എടുക്കരുത്, അതാകെ പ്രശ്നമാകും. അപ്പോൾ അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ പേജിലേക്ക് വന്നു. ഇനി രണ്ടാമത്തെ സ്പീക്കർ ഓപ്ഷൻ. ഈ സ്പീക്കർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വോക്കൽ വോളിയം, അതായത് ചില ട്രാക്കുകളിൽ ചിലപ്പോൾ നമ്മുടെ വോളിയം കുറച്ചായിട്ട് നമുക്ക് തോന്നും. നമ്മൾ പാടിയത് അത് മാക്സിമം നമുക്ക് 1 കൊണ്ടുപോകുന്നു. 1 വെക്കുക, അപ്പം നമ്മുടെ വോളിയം കൂടും. ഓക്കെ, മ്യൂസിക്കിൻ്റെ വോളിയം കൂടുതലും നമ്മുടെ പാടിയത് കുറവും തോന്നുകയാണെങ്കിൽ 1 മാക്സിമം വെക്കാവുള്ളത്. ഏത് പാട്ടാണെങ്കിലും, എല്ലാ പാട്ടിലും കൊണ്ട് വെക്കരുത്. മിക്ക പാട്ടുകളിലും ബാലൻസ് ആണ്. ഞാൻ പിന്നെ മ്യൂസിക്കിൻ്റെ വോളിയം കൂടുതലും റെയർ അങ്ങനെയുള്ള ട്രാക്കുകളുണ്ട്. അങ്ങനെ വരുന്ന അവസരങ്ങളിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിനാണ് ഞാനിത് സജസ്റ്റ് ചെയ്യുന്നത്. എപ്പോഴും 0 തന്നെയാണ്, ബാലൻസും സൂപ്പർ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത ഓഡിയോ എഫക്റ്റ് സെറ്റിംഗ് കറക്റ്റ് ആണോ നോക്കാം. നമ്മൾ അതിലേക്ക് പോവാണ്. സൂപ്പർ സ്റ്റുഡിയോ ചെക്ക് ചെയ്യുന്നു. സൂപ്പർ സ്റ്റുഡിയോ കറക്റ്റ് ആണ്. 60ഉം 75ഉം തന്നെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് അതേപോലെയുണ്ട്. രണ്ടാമത് നോക്കാം സ്പോട്ട് ലൈറ്റ് എങ്ങനെയാണെന്ന്. അത് 50 അത് അതേപോലെ തന്നെയുണ്ട്. 1 by 1 ആയിട്ട് തന്നെ കാണുന്നുണ്ട്. നിങ്ങൾക്കും സെറ്റ് ചെയ്യുമ്പോൾ 1 by 1 ആയിട്ട് തന്നെ വരും കേട്ടോ. പ്രോ സ്റ്റുഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. പ്രോ സ്റ്റുഡിയോ ഡിഫാൾട്ടായിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് 85 വെക്കുക, രണ്ടാമത്തതും 85 വെക്കുക. ഓക്കെ, ഈ 3 ഓപ്ഷനിലും ചിലപ്പം ഏതെങ്കിലുമൊക്കെ ഡിഫാൾട്ടായിട്ട് വരും കേട്ടോ നമ്മൾ പാടിക്കഴിഞ്ഞാലും. അതുകൊണ്ട് ചെക്ക് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, 3ഉം ഒരുമിച്ചാണോ ഈ സൗണ്ട് എഫക്റ്റ് നമുക്ക് തരുന്നതെന്ന്. അല്ല, സൂപ്പർ സ്റ്റുഡിയോ തന്നെയാണ്. പിന്നെ രണ്ടാമത്തേത് സ്പോട്ട് ലൈറ്റ് തന്നെയാണ്. പ്രോ സ്റ്റുഡിയോ തന്നെയാണ്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. മനസ്സിലായില്ല? ഏതെങ്കിലും ഒന്ന് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ 3ഉം കട്ടയ്ക്ക് കട്ട മെച്ചമാണ്. നിങ്ങൾക്ക് എന്തായാലും ഇതിലേതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ 3ഉം ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പം ഈ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇതിലേതെങ്കിലും ഈ 3 ഏതെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഡൺ ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈലിലേക്ക് അപ്ലോഡ് ചെയ്യുക. എന്തെങ്കിലും ഒരു റൈറ്റ് ചെയ്ത്, പിന്നെ പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റ് ആക്കാം, പബ്ലിക് ആണെങ്കിൽ പബ്ലിക് ആക്കാം, അപ്ലോഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു, കൃത്യമായിട്ട് തന്നെ നമ്മൾ പഠിച്ചു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടു, നിങ്ങൾ മനസ്സിലാക്കി സെറ്റിങ്സ് ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി നമുക്കറിയാം, സ്റ്റാർ മേക്കറിലായിരുന്നു നിരവധി ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു സ്മൂളിനെ അപേക്ഷിച്ച്. ഇപ്പം ഈ പിച്ച് ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻ കൂടി വന്നതിന് ശേഷം സ്മൂൾ നിരവധി ആളുകൾ ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ നമുക്ക് സ്മൂളിലൂടെ ഇനി മുന്നേറാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും, സംശയങ്ങൾക്കെല്ലാം മറുപടി തരുന്നതായിരിക്കും. എന്തായാലും ഇനിയും ഇതുപോലുള്ള നിരവധി ഉപകാരപ്രദമായ വീഡിയോകളുമായി ഇനിയും നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരും എന്ന് വാക്ക് നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.